നമസ്കാരം. നമ്മളെ എക്സ്റ്റൂള് ലോഞ്ച് കുറേ കമ്പനികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഹോട്ടലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഹോട്ടൽ ഇന്ത്യ ഇൻ എന്ന് പറഞ്ഞ കമ്പനി, ലോകത്ത് ഇപ്പോൾ ഇന്ത്യയിൽ ഹോട്ടലിൻ്റെ ഓതറൈസേഷൻ ഉള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഇന്ത്യ ഇന്നാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റ് വേണ്ടി പരിശോധിച്ച് നോക്കാം. കുറേ കമ്പനികൾ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഇന്നും നമുക്ക് വെബ്സൈറ്റ് പ്രകാരം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിലും എന്ത് കംപ്ലയിൻസ് ഉണ്ടെങ്കിലും എന്തൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ എക്സസറീസ് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്തൊരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലാണ്. ജസ്റ്റ് നമുക്ക് ഹോട്ടൽ ഇന്ത്യയെ കുറിച്ച് ജസ്റ്റ് പരിചയപ്പെടുത്താം. ഇതാ ഒരു 65,000 രൂപ വിലയുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും നമ്മുടെ MX808ഉം MK808ഉം MKTS-നെക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന 2 വർഷം അപ്ഡേഷൻ ഒരു ടൂളും. അതുകൊണ്ട് നമ്മുടെ ഇതാ ഇത് കണ്ടോളൂ. നിങ്ങളിപ്പോൾ ഒരു വലിയൊരു പ്രൈസ് കൊടുത്തിട്ട് ടൂൾ വാങ്ങുമ്പോൾ ഒരു പാഡ് 5 ഒക്കെ പോലത്തെ ടൂൾ വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ടൂളാണ് എലൈറ്റ് 2 എന്ന് പറഞ്ഞൊരു ടൂള്. നമ്മൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 100 ടൂളിന് മുകളിലേക്ക് ടൂൾ കൊടുത്തിട്ടുണ്ടാവും. ഏകദേശം ഒരു 88% നല്ല അഭിപ്രായമാണ്, നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഈ ടൂൾ രണ്ട് പരിചയപ്പെടുത്തരാം, ജസ്റ്റ് നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ എലൈറ്റ് 2 എന്ന് പറഞ്ഞ ടൂള്. നമുക്ക് നല്ല അടിപൊളി ഒരു പെട്ടിയാണ് വന്നത്. നോക്കൂ, നല്ലൊരു ഭയങ്കര ക്വാളിറ്റിയുള്ള ഒരു പെട്ടി. അത് കഴിഞ്ഞാൽ ജസ്റ്റ് നോക്കിക്കോളൂ. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഏകദേശം ഒരു 11 ഇഞ്ച് വലിപ്പമുള്ള വലിയൊരു ടാബ്, 11 ഇഞ്ച് വലിപ്പമുള്ള നമുക്ക് വലിയൊരു ടാബ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കോളൂ, അതേപോലെ തന്നെ നമുക്ക് ആ നമ്മുടെ പാഡ് 5 ഒക്കെ പോലെ തന്നെ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ, ഇതിപ്പോൾ നമുക്ക് ആവശ്യമുണ്ടോ ചോദിച്ചാൽ ആവശ്യമുണ്ട്, ഇല്ല വെച്ചില്ല. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്ത് പറഞ്ഞ പോലെ പൂച്ച കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും എലിയെ പിടിച്ചാൽ മതി പറഞ്ഞ പോലെ നമുക്കിത് ഇതിൻ്റെ ആവശ്യം ശരിക്കുള്ളൂ. ജസ്റ്റ് ഇത് നോക്കിക്കോളൂ. നമുക്കിതിങ്ങനെ വെച്ച് നമുക്കൊരു വലിയൊരു കസ്റ്റമറിൻ്റെ അടുത്ത്, വലിയൊരു ബെൻസ് BMW ലെവലിൽ വർക്ക് ചെയ്തൊരു കസ്റ്റമറിൻ്റെ അടുത്ത് നമുക്കിത് വെച്ച് കാണിക്കുമ്പോൾ വേറെ ലെവലായിരിക്കും അല്ലേ. നോക്കൂ, ഇതാ അക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ നമുക്ക് ഓൾറെഡി എല്ലാ വർക്കുകളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഫുൾ ഇതിലുണ്ട്. ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ജസ്റ്റ് നമുക്ക് പരിചയപ്പെടുത്തുകയാണത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മൊഡ്യൂൾ കിട്ടുന്നുണ്ട്. ഈ മൊഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ J2534 എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ആണ്. ECU പ്രോഗ്രാമിംഗ്, കീ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ബെഞ്ച് വർക്ക് ചെയ്ത് ECU പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് ECU റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ഉപകാരമായിട്ടൊരു സാധനമാണ് ഇത്. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വർക്ക്, ബെൻസ്, BMW, വോൾക്സ്വാഗൻ, ജാഗോർ, അങ്ങനത്തെ എല്ലാ വണ്ടികളുടെ ഒരു വർക്കുകളൊക്കെ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഓഫ്ലൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ നോക്കണം, അക്സെപ്റ്റ് ചെയ്തു. എന്തൊക്കെ വർക്കാണ്, ഓയിൽ റീസെറ്റ്, EPB, കുറേ സ്പെഷ്യൽ ഫങ്ഷൻസ് ഇതിലുണ്ട്. അത് മാത്രമല്ല തന്നെ പുതിയ ടൂൾ കേട്ടോ, ഡയഗ്നോസിസ്. എല്ലാ വണ്ടികളും നമുക്കിതിൽ അവൈലബിൾ ഉണ്ട്. 144 വണ്ടികളും നമുക്ക് അവൈലബിൾ ഉണ്ട്. എല്ലാ വണ്ടിയും ECU പ്രോഗ്രാമിങ്, കീ പ്രോഗ്രാമിങ്, സ്കാനിങ്, ഒരുവിധം എല്ലാ വർക്കും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ ടൂൾ ഉണ്ടായാൽ മതി. സാധാരണ നമ്മൾ മറ്റുള്ള ഒരുപാട് ടൂൾ വാങ്ങി നമുക്ക് ചെയ്യാൻ പറ്റാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നോക്കിക്കോളൂ. ഇതിലെല്ലാ വർക്കും നടക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇതിൽ നമുക്ക് സർവീസ് ഫങ്ഷൻസ്, ഡാറ്റ മാനേജർ, അപ്ഡേറ്റ്, ഒരുവിധം എല്ലാ വർക്കുകളും മാത്രം ബാറ്ററി ടെസ്റ്റ് എല്ലാ വർക്കും ചെയ്ത പോലെ തന്നെ ഇതിലൊരു വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ മാക്സിന് നമുക്ക് ക്വിക്ക് ഇതുണ്ട്. നോക്കൂ, ഓൾ ഡാറ്റ, അതുപോലെ തന്നെ നമുക്ക് ഓട്ടോ ഡാറ്റ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു സ്കാനിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വണ്ടി വന്നു, ഒരു ബെൻസോ BMW ആയിക്കോട്ടെ, ആ വണ്ടി വന്നു, ആ വണ്ടിയുടെ വയറിംഗ് ഡയഗ്രാമും പിന്നൗട്ടും ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇത് മാത്രം മതി. നോക്കൂ, ഓൾ ഡാറ്റയും OBD വിക്കി, ഓട്ടോ ഡാറ്റ, ഇത്രയും സംഭവം നമുക്ക് ഓൾറെഡി ഇതിൽ കിട്ടുന്നുണ്ടെന്നത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നമുക്ക് സ്കാൻ ചെയ്യുന്ന ഇവിടെ സെർച്ച് മാനുവൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ഇത് കയറാനും വർക്കുകൾ മൊത്തം കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാനും നമുക്കിതിൽ സാധിക്കും. ഇതാണ് നമ്മുടെ ഇതിൻ്റെ കൂടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ കിട്ടുന്നതും കൂടി കാണിച്ചു തരാം. ജസ്റ്റ് എലൈറ്റ് 2 എന്ന് പറഞ്ഞ ടൂളാണ്. വലിയൊരു ഭീമാകാരം പറ്റിയാട്ടോ. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല.
ജസ്റ്റ് വലുതായിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇല്ല. എല്ലാ വണ്ടികളും ഒരുപാട് കണക്ടറുകളുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ എല്ലാം OBD2 ആയപ്പോൾ 16 പിന്ന് യൂണിവേഴ്സൽ ആയതുകൊണ്ട് നമുക്കിപ്പോൾ പഴയ പോലെ തന്നെ 3 പിന്ന് 4 പിന്ന് 20 പിന്ന് 28 പിന്നിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. ജസ്റ്റ് ഇതൊരു സാധനം ഉണ്ടാവും. ഇത് കണക്ട് ചെയ്യാനുള്ള വീട്ടിലൊരു കണക്ടർ ഉണ്ടാവും. അത് മാത്രമല്ലാതെ തന്നെ ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയൊരു സംവിധാനം. ബാറ്ററി ചെക്ക് ചെയ്യേണ്ട സംഭവം ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഈ വലിയ പെട്ടി കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അയ്യോ ഇതിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ കൂടി എന്തൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. വെറുതെ നമുക്ക് ഒരുപാട് സാധനങ്ങളായിട്ട് ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ലോഞ്ച് ഉണ്ട് വെച്ചോളൂ. ലോഞ്ചിൻ്റെ ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾക്ക് കാണാം. നമ്മുടെ പഴയ ലോഞ്ചിൻ്റെ ഒരു പെട്ടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് കണ്ടോളൂ. നിങ്ങൾ ലോഞ്ചിൻ്റെ ഒരു പഴയ പെട്ടിയാണ്. ഈ പഴയ പെട്ടിയിൽ ഇത്രയും കണക്ടേഴ്സ് ഉണ്ടാവും. ഇതിൽ പകുതി സാധനങ്ങൾ ഇന്നും പല ആൾക്കാർക്ക് ഉപയോഗം ഉണ്ടാവില്ല. ഇതാ നോക്കിയേ, ഇഷ്ടം പോലെ കണക്ടേഴ്സ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് മാത്രം ഇത് മാത്രം ചിലപ്പോൾ കണക്ടേഷന് അവകാശം വരും. ഇപ്പോൾ BMW ചെയ്തുകൊണ്ട് ബെൻസിൻ്റെ 38 പിന്നെ BMWൻ്റെ നമുക്ക് ചെറിയ വരുന്ന 16-18 പിന്നെ ഇതൊക്കെ ആവശ്യം ഉണ്ടാവുന്നതല്ലാതെ അതും വളരെ കുറച്ച് മാത്രം. ഇപ്പോൾ വന്നപ്പോൾ ഇതിനൊന്നും ആവശ്യമില്ലാതെ ഒറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ വരുന്ന എല്ലാത്തിലും ഒന്നുമില്ല. നമുക്ക് വെറും 16 പിന്നിൻ്റെ സാധനങ്ങൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ലോഞ്ചിൻ്റെ പഴയ മോഡൽ സാധനം ഉണ്ടാവും. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല, ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ വർക്കും ഇതിൽ ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളും ECU റിപ്പയറിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഓൾറെഡി ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ സൗകര്യം നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സാധാരണ ഡിസ്ട്രിബ്യൂട്ടറിനായി സാധനം എടുക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ടെക്നിക്കലിന് വേണ്ടി ഓട്ടൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കമ്പനി തന്നെ ഉള്ളതുകൊണ്ടും ഏകദേശം 4ഓളം സ്റ്റാഫ് ഉള്ളതുകൊണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ഡെസ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാ ഞാൻ ആ ഓപ്ഷൻ കൂടി കാണിച്ചു തരാം. ഇതാ ഈ റിമോട്ട് ഡെസ്ക് എടുക്കുക, ജസ്റ്റ് നെറ്റ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ നമ്പർ കിട്ടും. ആ നമ്പർ നമുക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് വരുന്ന നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ ആ വർക്കുകളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ കൂടുതൽ കൂടുന്നത്. ഇതൊരു എന്താ പറയുക, ഇതൊരു പ്രൊഫഷണലായിട്ടൊരു ടൂളാണ്. ഇത് ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. നമ്മളോട് കൂടുതൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഡെമോയോ മറ്റു കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഫോൺ വിളിക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. അതുമാത്രമല്ല, പോരാത്തതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും നിങ്ങളിപ്പോൾ വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞ വർക്കുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ ട്രൈസ് ഓട്ടോമോട്ടീവ് സൊല്യൂഷൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ അറിയിക്കുക. ജസ്റ്റ് ഒരു ലിങ്ക് മാത്രം തന്നാൽ മതി. അവർക്കുള്ള സപ്പോർട്ടുകളും എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമസ്തേ.